ഒരിക്കൽ ഒരു ട്രെയിൻ യാത്രയിൽ ട്രെയിനിലെ ടി.ടി.ആറിനു നിലത്ത് കിടന്ന് ഒരു പഴയ പേഴ്സ് കിട്ടി. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നവരോട് ഇത് നിങ്ങളുടെ ആരുടെയെങ്കിലുമാണോ എന്ന് ചോദിച്ചു. അദ്ദേഹം പേഴ്സ് പരിശോധിച്ചപ്പോൾ അതിൽ പേരോ അഡ്രസ്സോ ഒന്നുമുണ്ടായില്ല. പകരം കുറച്ച് രൂപയും ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു ഫോട്ടോയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയം ഒരു വയസ്സായ മനുഷ്യൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ പേഴ്സ് എൻ്റെയാണ്. ടി.ടി.ആർ ആ മനുഷ്യനെ നോക്കി. പ്രായം ഒരു 70 വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധനായ മനുഷ്യനായിരുന്നു അത്. ടി.ടി.ആർ പറഞ്ഞു, ഈ പേഴ്സ് നിങ്ങളുടെ ആണെന്നുള്ളതിന് എന്താണ് തെളിവ്? ആ മനുഷ്യൻ പറഞ്ഞു, അതിൽ കൃഷ്ണ ഫോട്ടോ ഉണ്ട്. ടി.ടി.ആർ പറഞ്ഞു, മിക്ക ആളുകളും ഈശ്വരൻ്റെ ഫോട്ടോ പേഴ്സിൽ വെക്കാറുണ്ട്. ഈ തെളിവ് മതിയാകില്ല, വേറെ എന്തെങ്കിലും പറയൂ. ആ മനുഷ്യൻ ഒരു നിമിഷം പുറത്തേക്ക് നോക്കി. എന്നിട്ട് ടി.ടി.ആറിനോട് പറഞ്ഞു, ഞാൻ ചെറുപ്പമായിരുന്ന സമയത്ത് ഈ പേഴ്സ് എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ്. അന്ന് ഈ പേഴ്സിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ ആയിരുന്നു. പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മകനുണ്ടായിരുന്നപ്പോൾ എൻ്റെ മകൻ്റെ ഫോട്ടോയായിരുന്നു ഈ പേഴ്സിൽ. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്തിൽ നിന്നും പോയി. കഴിഞ്ഞ വർഷം എൻ്റെ ഭാര്യയും എന്നെ വിട്ടുപോയി. ഇപ്പോൾ എൻ്റെ മകന് എന്നോട് സംസാരിക്കാൻ സമയമില്ലാതായി. അവൻ്റെ തിരക്കുകൾ കാരണം അവനെ കാണുന്നത് തന്നെ വല്ലപ്പോഴും അവധിക്ക് നാട്ടിൽ വരുമ്പോഴാണ്. ഇന്നെന്നെ സ്നേഹിച്ചവരും ഞാൻ സ്നേഹിച്ചവരും എന്നോടൊപ്പമില്ല. ഈ വാർദ്ധക്യത്തിൽ ഞാൻ തികച്ചും ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായതാണ് ഈശ്വരൻ മാത്രമേ നമുക്ക് തുണയായി എപ്പോഴും ഉണ്ടാവുകയുള്ളൂ എന്ന്. ഈ പേഴ്സിലെ ഫോട്ടോ എനിക്ക് വെറും ഒരു ഫോട്ടോ മാത്രമല്ല, എൻ്റെ ഒറ്റപ്പെട്ട ജീവിതത്തിന് മരിക്കും വരെ മുന്നോട്ടു പോകാനുള്ള ശക്തി കൂടിയാണ്. അത് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ കണ്ണിൽ കണ്ണുനീർ പൊടിയുന്നുണ്ടായിരുന്നു. ടി.ടി.ആർ ഒന്നും പറയാനാകാതെ ആ പേഴ്സ് ആ വൃദ്ധനു നേരെ നീട്ടി. അദ്ദേഹം അത് വാങ്ങി അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. ആ മനുഷ്യൻ നടന്നു നീങ്ങുന്നത് ടി.ടി.ആർ നോക്കി നിന്നു. ഒരു നിമിഷം എന്തോ ആലോചിച്ചതിനു ശേഷം ടി.ടി.ആർ ആ സ്റ്റേഷനിലെ ഒരു ബുക്ക് സ്റ്റോളിലേക്ക് നടന്നു. എന്നിട്ട് ആ കടക്കാരനോട് ചോദിച്ചു, ഇവിടെ ഈശ്വരൻ്റെ ഒരു ഫോട്ടോ കിട്ടുമോ? ഈ കഥ ജീവിതത്തിലെ വലിയൊരു സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും വർഷങ്ങൾക്കിപ്പുറം നമ്മോടുകൂടെ കാണണമെന്നില്ല. നമ്മൾ ഒറ്റപ്പെട്ടേക്കാം, എന്നാൽ അന്നും ദൈവം നമുക്ക് തുണയായി കാണും. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.